Hi guys, welcome to anasvlogs. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൻ ബോട്ടി ഗ്രേവി ആൻഡ് ബോട്ടി ഫ്രൈ. സോ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കാനൊന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അരച്ച് ചേർക്കാനുള്ള സാധനങ്ങൾ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളക്, മല്ലി, പുതിന, പിന്നെ ഒരു തക്കാളി. ഇതൊക്കെ നമുക്ക് അരച്ച് ചേർക്കാനുള്ളതാണ്. പിന്നെ ഒരു 3 പട്ട നമുക്ക് താളിക്കാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ നമ്മൾ ഒരു 2 സവാള ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നീളത്തിൽ. പിന്നെ ഒരു 2 തക്കാളി നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. പിന്നെ നമുക്ക് മട്ടൻ ബോട്ടി വന്നിട്ട് ഇതുപോലെ ക്ലീൻ ചെയ്തിട്ട് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ആക്കിയിട്ട് അതിൽ കുക്കർ വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായ ശേഷം നമുക്ക് പട്ട ഇടാം. ഇനി നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ഇപ്പം തന്നെ ഇട്ട് കൊടുക്കാം. മുന്നത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഉപ്പ് നമുക്ക് ഇപ്പം തന്നെ ഇട്ട് കൊടുത്താൽ ഈ സവാളൊക്കെ ഒന്ന് വേഗം വഴറ്റി കിട്ടും. അത് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ഇപ്പം തന്നെ ഇടുന്നത്. ഇതിപ്പം നല്ലോണം വഴറ്റി വന്നിട്ടുണ്ട്. നമുക്ക് അരയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നമുക്ക് നല്ലോണം വഴറ്റണം. ഇതിപ്പോൾ നല്ലോണം ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ബോട്ടി ഇട്ട് കൊടുക്കാം. ബോട്ടി നമുക്ക് ക്ലീൻ ചെയ്യുന്നത് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. നമ്മൾ സ്റ്റാർട്ടർ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ടൈം ലിമിറ്റ്സ് ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോണത്. നമുക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു 2 മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ആ നെയ്യിൻ്റെ ഇത് കുറച്ച് റോസ്റ്റ് ആവും, അത് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള മസാല ഇട്ട് കൊടുക്കാം. ഈ മസാലേൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോണ വരെ നമുക്ക് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് ഇതിലേക്ക് പെപ്പർ ഇട്ട് കൊടുക്കാം കേട്ടോ. പെപ്പർ നമുക്ക് കുറച്ച് കൂടുതൽ ഇടാം. പെപ്പറാണ് മെയിനായിട്ട് നമ്മൾ എരിവിന് യൂസ് ചെയ്യാൻ പോണത് ഇതിന്. അടുത്ത് നമുക്ക് ഒരു 2 ടീസ്പൂൺ പട്ടക്രാമ്പ് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് നമുക്ക് പെരുംജീരകം പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊക്കെ നമുക്കൊന്ന് നല്ലോണം ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ഇട്ടാൽ മതി. ഇനി ഒരു 2 ടീസ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുക്കറിനനുസരിച്ച് ഇത് നല്ലോണം വേവ് ഉണ്ടാവും, അതുകൊണ്ട് നമുക്ക് വെള്ളം കുറച്ച് കൂടുതൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ചു കൊടുക്കാം. നമുക്ക് വേവിനനുസരിച്ചാണ് കേട്ടോ വിസിലിടാൻ പോണത്. ഞാൻ ഇപ്പോൾ 10 വിസിലാണ് ഇട്ടത്. ഇതിപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. കഴിക്കുന്ന സമയത്ത് നമുക്ക് പഞ്ച് പോലെ ഉണ്ടാവും, അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ വിസിൽ വിടാൻ പറയുന്നത്. അടുത്ത് നമുക്ക് ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിൽ നമുക്ക് ഒരു 3 സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. ഇതുകൊണ്ട് നല്ലോണം വഴറ്റി കൊടുക്കാം കേട്ടോ. കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നല്ലോണം വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഒരു 4 തക്കാളി ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ തക്കാളി കൊണ്ട് നല്ലോണം വഴറ്റിയ ശേഷം വേവിച്ച് വെച്ചിട്ടുള്ള ബോട്ടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ ബോട്ടിൽ നല്ലോണം മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആദ്യം തന്നെ കുറച്ച് തക്കാളി സവാളയൊക്കെ ഇട്ടിട്ട് മസാലയൊക്കെ ഇട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് വേവിച്ചെടുത്തത്.
ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഗ്രേവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി അനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി പെപ്പർ ഇട്ട് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ പെപ്പർ ഇട്ട് കൊടുക്കാം. നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നല്ലോണം ഒന്ന് തിളയ്ക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഓക്കെ, നമ്മുടെ ഗ്രേവി ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയും പുതിനയും ഇട്ട് കൊടുക്കാം. ഓക്കെ, നമ്മുടെ ഗ്രേവി ഇപ്പോൾ റെഡിയായി കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് അടച്ചിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഓക്കെ, അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബോട്ടി ഫ്രൈ ആണ്. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ ഒരു 2 സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, പിന്നെ 1 കപ്പ് ബോട്ടി നമ്മൾ ഗ്രേവി ആക്കി വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ആക്കിയിട്ട് ദോശക്കല്ല് ഇട്ട് കൊടുക്കാം കേട്ടോ. കല്ലൊന്ന് ചൂടായ ശേഷം നമുക്ക് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അടുത്ത് നമുക്ക് ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. ഈ സവാള നമുക്ക് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാടൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ച് നമുക്ക് ഒരു ലെവലാവുന്ന വരെ വഴറ്റിയാൽ മതി. ഇതുകൊണ്ട് ഇതുപോലെ വഴറ്റിയ ശേഷം നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ബോട്ടി ഗ്രേവി ഇതിലിട്ട് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റവ് സിമ്മിലാക്കി വെച്ചിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇത് നമുക്ക് നല്ലോണം ഫ്രൈ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് ഗരം മസാല നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം. ഈ ബോട്ടി പറയുന്നത് നമ്മുടെ ആരോഗ്യത്തിന് അത്രയും നല്ലൊരു സാധനമാണ്. ഇതിൽ അത്രയ്ക്ക് പ്രോട്ടീൻസ്, വിറ്റമിൻസ് പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. സോ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. നമ്മൾ ക്ലീൻ ചെയ്യുന്ന വീഡിയോ വന്നിട്ട് എന്തായാലും അടുത്തത് പോസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇത് ക്ലീൻ ചെയ്യാൻ അത്രയും കഷ്ടമുണ്ട് കേട്ടോ. സോ നമ്മൾ ക്ലീൻ ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടും കൂടി അടുത്ത വീഡിയോയിൽ എന്തായാലും നമ്മൾ അപ്ലോഡ് ചെയ്യും. സോ അതുവഴി ആരും കാണാൻ മിസ് ചെയ്യരുത്. ഓക്കെ, നമ്മുടെ ബോട്ടി ഫ്രൈ ഇപ്പോൾ റെഡിയായി കഴിഞ്ഞു കേട്ടോ. സോ ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് വെക്കാം. നമുക്ക് അടുത്തത് ഒരു സവോള ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ നമുക്കൊന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, ഡൺ. നമ്മുടെ ബോട്ടി ഗ്രേവിയും പിന്നെ ബോട്ടി ഫ്രൈയും റെഡിയായി കഴിഞ്ഞു. ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് നമ്മൾ നെയ്ച്ചോറ് വെച്ചിട്ടുണ്ട്, പിന്നെ സാലഡും ഉണ്ട്. ഇന്നത്തെ സ്പെഷ്യൽ നമുക്ക് ബോട്ടി ഗ്രേവിയും പിന്നെ ബോട്ടി ഫ്രൈ ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ നെയ്ച്ചോറ് വെക്കുന്നത് കാണിച്ചു കൊടുക്കാത്തത്. സോ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ നമുക്ക് നെയ്ച്ചോറും കൂടി ഒന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക, കുഴപ്പമില്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടാറ്റാ, ബൈ ബൈ.